ഫസ്റ്റ് ഓൺ 24. മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുനിന്ന കുട്ടിയുടെ അമ്മയ്ക്കും 180 വർഷം കഠിന തടവും 11,75,000 രൂപ പിഴയും ശിക്ഷ. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് ഈ ഉത്തരവ്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്തുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, ഇത് ഏത് കേസിലാണ് ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള യുവതിക്കും പാലക്കാടുകാര സ്വദേശിയായിട്ടുള്ള യുവാവിനുമാണ് മഞ്ചേരി അതിവേഗ പോക്സോ കോടതി ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് രണ്ടാനച്ഛനും ഒത്താശ ചെയ്ത അമ്മയ്ക്കും 180 വർഷം കഠിന തടനവും 11,75,000 രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2019 മുതൽ 2021 വരെയുള്ള 2 വർഷക്കാലം 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ പല രീതിയിൽ പീഡിപ്പിച്ചു എന്നാണ് കേസ്. മാത്രമല്ല, ഈ കേസിൽ പെൺകുട്ടി ഇവർ പല രീതിയിൽ പറഞ്ഞു ഭയപ്പെടുത്തിയിരുന്നു. തലയിൽ CCTV ഉണ്ടെന്നും താൻ ആരെങ്കിലും, അതായത് പെൺകുട്ടി ആരോടെങ്കിലും ഈ പീഡന വിവരം പുറത്തു പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ അറിയുമെന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയെ അമ്മയുൾപ്പെടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. 2019 24-കാരിയായിട്ടുള്ള യുവതി പാലക്കാടുകാരനായിട്ടുള്ള യുവാവിനൊപ്പം ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയുടെ, അതായത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മുത്തച്ഛൻ ഈ പെൺകുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് പോലീസുമായി ബന്ധപ്പെടുന്നു. പിന്നീട് പോലീസ് ഈ 10 വയസ്സുകാരിയെ പെൺകുട്ടിയെ കാണാമെന്ന് മുത്തച്ഛനോട് പറയുകയാണ്. അങ്ങനെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം 10 വയസ്സുകാരി പെൺകുട്ടിയെ കാണാൻ വന്ന സമയത്ത് ഈ അമ്മയും രണ്ടാനച്ഛനുമായിട്ട് ഈ മുത്തച്ഛൻ വാക്കാവുന്നു. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെടുകയും പെൺകുട്ടിയെ സ്നേഹിതയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. സ്നേഹിതയിൽ വെച്ചാണ് ഈ പെൺകുട്ടി താൻ നേരിട്ട ദുരനുഭവം, 2 വർഷക്കാലം സ്വന്തം അമ്മയിൽ നിന്നും രണ്ടാനച്ഛനിൽ നിന്നും നേരിട്ട ദുരനുഭവം അവരോട് തുറന്നു പറയുന്നത്. അവിടെയാണ് തലയിൽ CCTV വെച്ചിട്ടുണ്ട് എന്ന് തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം താൻ ഇത് ആരോടും പറയാതിരുന്നത്, പേടിച്ചിട്ടാണ് കഴിഞ്ഞത്. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും അവർ തന്നിരുന്നില്ല. അത് അയൽവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ സ്നേഹിതയിൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്നേഹിതയിൽ ഹാജരാക്കുകയും സ്നേഹിതയിൽ വെച്ച് ഈ പെൺകുട്ടി പീഡന വിവരം തുറന്നു പറയുകയായിരുന്നു ചെയ്തത്. ആ വിഷയത്തിലാണ് മലപ്പുറം വനിതാ പോലീസ് കേസ് അന്വേഷിക്കുകയും മഞ്ചേരി പോക്സോ കോടതി ഈ രീതിയിലുള്ള ഒരു ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. IPC, പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. 40 വർഷം ശിക്ഷ ഉൾപ്പെടെയുള്ള 40 വർഷം ശിക്ഷയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഒറ്റത്തവണയായി അനുഭവിച്ചാൽ മതിയാവും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരിപ്പോൾ ജയിലിൽ കഴിയാണ്. അതായത് പെൺകുട്ടിയുടെ മാതാവും ഈ രണ്ടാനച്ഛനും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഒറ്റത്തവണ അനുഭവിക്കുമ്പോൾ ഏകദേശം 40 വർഷത്തോളമായിരിക്കും ഇവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. മൊത്തം 180 വർഷം, 2 പേർക്കും 180 വർഷം ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. പെൺകുട്ടിയുടെ അമ്മയ്ക്കും യാതൊരു തരത്തിലുള്ള ഇളവും ഈ വിഷയത്തിൽ നൽകേണ്ടതില്ല എന്നാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി AM അഷറഫ് പറഞ്ഞിട്ടുള്ളത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സോമസുന്ദരനാണ് ഹാജരായിട്ടുള്ളത്. എന്തായാലും ഭയാനകമായ രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പീഡനമാണ് നടന്നിട്ടുള്ളത്. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്താശ ചെയ്യുന്നു, മദ്യം നൽകുന്നു, പീഡന വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അറിയും, ആ രീതിയിലുള്ള സംവിധാനങ്ങൾ, തലയിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്, CCTV ഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ പല തവണ പീഡിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ നിലവിലെ സാഹചര്യം ആശ്വാസം നൽകുന്നതാണ്. പെൺകുട്ടി ഇപ്പോൾ NDAയുടെ, നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ കൗൺസിലിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് ചേരുന്ന സമയത്ത് ആ രീതിയിൽ അഡ്മിഷൻ കിട്ടി. അത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് 2019 മുതൽ 2021 വരെ കാലം ഈ രീതിയിൽ അമ്മയുൾപ്പെടെയുള്ള ആളുകൾ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് വിവരം. എന്തായാലും ആ വിഷയത്തിലാണ് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുനിന്ന കുട്ടിയുടെ അമ്മയ്ക്കുമാണ് 180 വർഷം കഠിന തടവും 11,75,000 രൂപ പിഴയും മഞ്ചേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഇരുവരും ഇപ്പോൾ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ ആണ് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.